SSC പരീക്ഷകളിൽ വലിയ മാറ്റമുണ്ട് എന്നുള്ളൊരു തംബ്നെയിൽ കണ്ടിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, SSC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്ത് ശ്രദ്ധിക്കണം, ഇനിയുള്ള പരീക്ഷകളിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ ഇതുവരെയുള്ള പ്രിപ്പറേഷൻ എങ്ങനെ പോയിട്ടുണ്ടോ അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം എന്ന് കൂടിയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്തൊക്കെയാണ് ചേഞ്ചസ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് നിലയിൽ മാറ്റണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം ഇനി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത്രയും മാത്രമാണ് ബ്രീഫായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ SSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമാണ് SSC വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, ഇതുവരെ എക്സാം നടത്തിയിട്ടുള്ള അവരുടെ വെൻഡർ മാറിയിട്ടുണ്ട്, പുതിയ വെൻഡർ വരാൻ പോവുകയാണ്, അപ്പം തന്നെ എക്സാമിൽ പല മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഓക്കെ, അപ്പോൾ എന്താണ് ആ മാറ്റം? നമുക്കറിയാം TCS എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. TCS ആണ് നമുക്ക് ഇത്രയും നാളും പരീക്ഷകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള TCS മാറാൻ പോവുകയാണ്. 5 വർഷമായിട്ട് അവർ നമ്മളുടെ എക്സാംസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് മാറാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മളെ എങ്ങനെ ബാധിക്കും നമുക്ക് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നമുക്ക് എങ്ങനെ നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം എന്ന് തീരുമാനിക്കാം. ഓക്കെ, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. കൂടുതലായിട്ട് അതിലൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് TCS, ഞാൻ TCS എന്ന് പറഞ്ഞു. TCS നമുക്ക് വേണ്ടി എന്താ ചെയ്തിരുന്നത്? നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എക്സാം സെൻറ്റർ, നിങ്ങൾക്ക് കിട്ടിയിരുന്ന എക്സാം സെൻറ്റർ TCSൻ്റെ സെൻറ്റർ ആയിരുന്നു. നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന എക്സാം ഏത് സോഫ്റ്റ്വെയറിലാണ്? TCSൻ്റെ സോഫ്റ്റ്വെയറിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് കിട്ടിയിരുന്ന ക്വസ്റ്റ്യൻസ് ആര് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനാ? TCS പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് TCS SSC എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് അവർ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 5 വർഷത്തിന് മുമ്പ്, അതായത് 2017-18 കാലഘട്ടത്തിലൊക്കെ SSC പരീക്ഷകൾ കണ്ടക്ട് ചെയ്ത സമയത്ത് നടന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ അതൊക്കെ മാറി കൃത്യമായ ഒരു പരീക്ഷ നടത്തുന്ന ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നത്, വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പരീക്ഷകൾ നടത്തിയിട്ടുള്ളത് TCS ആണ്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ഈ 5 വർഷം ക്രിയേറ്റ് ചെയ്തു. പിന്നെയോ എക്സാം സോഫ്റ്റ്വെയർ അവർ പ്രൊവൈഡ് ചെയ്തു. പിന്നെയോ കണ്ടക്ട് CBT എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് സൈഡിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സെൻറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തത് TCS തന്നെയായിരുന്നു. ഇത് കംപ്ലീറ്റ് മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ SSC തീരുമാനിച്ചിരിക്കുകയാണ്, ഏജൻസി ഫോർ സോഫ്റ്റ്വെയറിന് ഒരു പുതിയ ഏജൻസി വേണം. അതുപോലെ തന്നെ ഏജൻസി ടു കണ്ടക്ട് CBT എക്സാം കണ്ടക്ട് ചെയ്യാൻ ഒരു പുതിയ ഏജൻസി വേണം. പിന്നെയോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ, അതായത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഒരു പുതിയ ഏജൻസി വേണം. ഇത് 3ഉം സെപ്പറേറ്റ് ആളുകളായിരിക്കണം എന്നുള്ളതാണ് SSC പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ 3നെയും 3 ഇമ്പോർട്ടൻസ് കൂടെ 3ഉം സ്പ്ലിറ്റ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് SSC തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം പോയ സെൻറ്ററുകളിലാണോ ഇനി എക്സാം എഴുതേണ്ടി വരിക? അല്ല, മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെൻറ്ററുകളിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ കാണാൻ പോകുന്ന ഇൻ്റർഫേസിൽ, നിങ്ങൾ ഇത്രയും കാലം മോക്ക് ടെസ്റ്റ് എഴുതിയിരുന്ന ഇൻ്റർഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സാം എഴുതിയ ഇൻ്റർഫേസ് ആയിക്കോട്ടെ, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ 2 കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്. ഇതല്ല നമ്മളെ ബാധിക്കുന്ന കേസ്. നമ്മളെ ബാധിക്കുന്നത് ഏജൻസി ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനുള്ള ഏജൻസി മാറാൻ പോവുകയാണ്. അത് TCS മാറി പുതിയ ഒരാൾ വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മളെ എങ്ങനെ ബാധിക്കും? നമ്മളെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറുമോ അതോ എക്സാമിൻ്റെ പാറ്റേൺ മാറുമോ എന്താണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചേഞ്ച് ചെയ്യും? ഒരു വലിയ ഡൗട്ടാണ് നമുക്ക്. എക്സാം പാറ്റേൺ ആണോ മാറാൻ പോകുന്നത് അതോ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാത്രമാണോ മാറാൻ പോകുന്നത്? ഇനി എന്താ ക്വസ്റ്റ്യൻ പാറ്റേൺ, എന്താ എക്സാം പാറ്റേൺ? ഇതൊക്കെ പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ TCSന് ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ മതി, അവരുടേതായ ഒരു ഗ്രാമറൊക്കെ ഉള്ളൊരു സ്റ്റൈലിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആ ഒരു പാറ്റേൺ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും, ഇപ്പോൾ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഗ്രാമറിലും അതിലുപയോഗിച്ചിരുന്ന വാക്കുകളിലും വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ട രീതിയിലല്ലാതെ പുതിയ വാക്കുകളിലും പുതിയ സ്ട്രക്ചറുകളിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അത് മാത്സിലും വരാൻ സാധ്യതയുണ്ട്, റീസണിങ്ങിലും വരാൻ സാധ്യതയുണ്ട്. റീസണിങ്ങിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാത്സിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ലാംഗ്വേജിന് ചെറിയ മാറ്റം വരുമ്പോൾ നമ്മൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറച്ച് വീക്കായിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊരു പ്രശ്നമാണ്, നമ്മളത് നോട്ട് ചെയ്യണം. ഇനി എക്സാം പാറ്റേൺ മാറുമോ? എക്സാം പാറ്റേൺ മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. മാറില്ല എന്ന് തന്നെ പറയാം. കാരണം
SSC ആണ് എക്സാം പാറ്റേണിനെ പറ്റി തീരുമാനിക്കുന്നത്. ഒരിക്കലും എക്സാം പാറ്റേൺ മാറ്റാനൊന്നും ഒരു വെണ്ടർക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ ആവണ്ട. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവരുടെ ഈ ഒരു നോംസിൽ, അതായത് ഈ വെൻഡേഴ്സിന് SSC കൊടുത്തിട്ടുള്ള നോംസ് പ്രകാരം പറയുന്നുണ്ട്, ഒരിക്കലും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 വർഷമായിട്ട് TCS പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കയ്യിലുള്ള ഗൈഡ് TCSന്റെ ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഗൈഡാണ്. ഇനി നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുള്ള മോക്ക് ടെസ്റ്റുകളാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്യരുത് എന്ന് വെണ്ടർമാരോട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലാംഗ്വേജ് മാറാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അത് ലാംഗ്വേജ് മാറിയ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇനി സിലബസിൻ്റെ പുറത്തുനിന്ന് ചോദിക്കുമോ? ഇല്ല. സിലബസ് ഒക്കെ SSC തീരുമാനിക്കുന്നത് തന്നെയാണ്. സിലബസിൻ്റെ പുറത്തുനിന്ന് ചോദിക്കില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ലാംഗ്വേജിൻ്റെ കാര്യം മാത്രമല്ല, ഈ ഇതുവരെ വെയിറ്റേജ് വരാത്ത ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് TCS ചില ഏരിയാസ് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് പഠിച്ച ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഏരിയയിൽ നിന്ന് പഠിച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ നമ്പർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് സ്പീഡിനകത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അവിടെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണം എന്നൊക്കെ നിങ്ങളോട് ആളുകൾ പറയുമായിരിക്കും. ഇനി നമുക്കത് പറയാൻ പറ്റില്ല. കാരണം പുതിയ വെണ്ടർക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ നിന്നും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, വെയിറ്റേജ് കൂടിയ ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാക്കാം. അപ്പോൾ നിങ്ങളിനി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഏരിയയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറഞ്ഞ് പഠിക്കാൻ പാടില്ല. എല്ലാവർക്കും എല്ലാ ടോപ്പിക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല എന്ന് കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത്. ഉദാഹരണം ഞാൻ പറയാം, സേർഡ്സ് ആൻഡ് ഇൻഡീസസ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകളൊന്നും ഇപ്പോൾ TCSന്റെ എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണാനേ ഇല്ല, വളരെ കുറവാണ്. ഇനി ചിലപ്പോൾ അത് പുതിയ വെണ്ടർ കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ. ഒരിക്കലും പ്രീവിയസ് ഇയർ ചോദിച്ച ടോപ്പിക്സ് മാത്രം എടുത്ത് വെച്ച് പഠിക്കാൻ നിൽക്കരുത്. പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം വെച്ചിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത്. അവിടെ നിങ്ങൾ മാറ്റം വരുത്തണം. ഇനി മാറാത്ത ഒരാളുണ്ട്. ആരാ മാറാത്ത ആൾ? അത് കൺസെപ്റ്റാണ്. കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഇപ്പോൾ നിങ്ങളൊരു 2 മാസം കൊണ്ട് SSCയുടെ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോയി പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾ 2 മാസം കൊണ്ട് അവിടുത്തെ ക്ലാസ്സുകൾ തീർത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ TCSൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഷോർട്ട് കട്ടുകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മാത്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പിൻ്റെ ഷോർട്ട് കട്ട്സ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഷോർട്ട് കട്ട് മാത്രം പഠിച്ച ഒരാൾക്ക് ഒരിക്കലും പുതിയൊരു പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ, അതായത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി പാറ്റേണിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നിങ്ങളെ കാര്യമായി ബാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻ കൺസെപ്റ്റുകളെ ബേസ് ചെയ്തായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളങ്ങനെ ഓഫ്ലൈൻ സെൻറ്ററുകളിൽ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല, വീട്ടിലാണ് അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആരുണ്ട്? അവിടെയാണ് ഞങ്ങൾക്ക് ദിശ അക്കാദമിക്ക് പ്രസക്തി ഉള്ളത്. ഞങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ ഈ CGL CHSL ഒക്കെ ആയി ബന്ധപ്പെട്ട് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അത് നമ്മളെ കമ്മ്യൂണിറ്റീൻ്റെ ലിങ്കാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകളുടെ PPT PDF കാര്യങ്ങളൊക്കെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് തരുന്ന PPTയും PDF-ഉം അതുപോലെ തന്നെ ക്വിസസും ഒക്കെ വെച്ച് പഠിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെക്കുക തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് SSC CGL ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളുണ്ട്. നിങ്ങൾ ബാച്ചുകളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, നമ്മൾ ആപ്പിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് 24 മണിക്കൂറും ബൾക്ക് ക്ലാസ്സുകൾ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ എടുത്തെടുത്ത് പഠിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ യൂട്യൂബ് തന്നെ നോക്കി പഠിച്ചാൽ മതി. നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ തന്നെ എന്ത് ചെയ്യും, ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അത് ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നല്ലോ കേട്ടോ. നമ്മൾ കാര്യങ്ങൾ നടക്കണമല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, അപ്പോൾ പുതിയ സ്റ്റഡി പ്ലാൻ എന്താണ്, എങ്ങനെയാണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ 1-2 സാധനങ്ങളൊക്കെ പുറകിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഈ ചിത്രമൊക്കെ കണ്ട് പരിചയം ഉണ്ടാവും. ഓക്കെ, പുതിയ സ്റ്റഡി പ്ലാൻ എന്തൊക്കെ വേണം? നിങ്ങൾ വർക്കൗട്ടും പ്രാക്ടീസും ചെയ്യണം.
വർക്കൗട്ടും പ്രാക്ടീസും ചെയ്യണം, അത് എന്തായാലും ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നതാണ്. അതിലെന്ത് മാറ്റം വരുത്തണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് പറ്റൂല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എന്തായാലും ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അതാണല്ലോ നമ്മളെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന പിന്നാക്കിൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കഴിഞ്ഞ TCSന്റെ 5 വർഷത്തെ ക്വസ്റ്റ്യനാണുള്ളത്. ആ ക്വസ്റ്റ്യനാണ് മാറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അത് മാത്രം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ കാണും, നിങ്ങൾക്ക് ടെൻഷനാവും. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ, അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ചും കൂടെ പഴയ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതായത് ഇപ്പോൾ കിരൺസ് പോലുള്ള ബുക്കുകളിൽ പഴയ 2010 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ബുക്കുകൾ 2010 മുതലുള്ള ഏതെങ്കിലും ബുക്കുകൾ വാങ്ങിക്കോ, ഇല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ക്വസ്റ്റ്യൻ കിട്ടില്ലടാ നിങ്ങൾക്ക്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് 2010 മുതലുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അത് പുതിയ വെറൈറ്റി ആയിരിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ചോദിക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും. അതെടുത്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 5 വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് 5 വർഷം കൊണ്ട് ഉള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കൺസെപ്റ്റ് റെഡി ആയിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പഴയ ക്വസ്റ്റ്യൻ, പഴയ വെറൈറ്റീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ പുതിയതും പഴയതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് ഏത് ടൈപ്പിലാണെങ്കിലും നിങ്ങൾ ചെയ്തോളും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പഴയ ക്വസ്റ്റ്യൻസ്, അതായത് 2019 മുമ്പുള്ള SSC ക്വസ്റ്റ്യൻസും കൂടെ എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ 5 വർഷത്ത് മാത്രം പഠിച്ചാൽ പോരാന്നാണ് പറയുന്നത്. ഈ 5 വർഷത്ത് പഠിച്ചതിന് ശേഷം ബാക്കിയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് പഠിച്ചു കഴിഞ്ഞാൽ പഴയതെടുത്ത് വെച്ച് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ സേഫാണ്. ഓക്കെ, പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടില്ല, നിങ്ങൾ ഷോർട്ട് കട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പുകളോ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാണ് അർത്ഥം. അത് നമുക്ക് പ്രശ്നമാണ്. പുതിയ പാറ്റേൺ വരുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ രീതിയിലേക്ക് മാറ്റുക നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ. മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്യരുത്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് തരുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ എന്തുണ്ട്, അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് കുട്ടികൾ PYQ മാത്രം ചെയ്യും, പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്യും. അതിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയും. അതല്ല, നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾ തരുന്ന അവരുടേതായ ടെസ്റ്റുകളുണ്ട്, അതും കൂടെ ചെയ്യാൻ തയ്യാറാവുക. വളരെ സിമ്പിളാണ്. അപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്യാതെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റുകൾ, അല്ലാതെ മോക്ക് ടെസ്റ്റുകളും കൂടെ ചെയ്യാം. പിന്നെ അവസാനത്തെ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്യാതെ കുറച്ചും കൂടെ പിന്നോട്ടും കൂടെ ഒന്ന് പോകാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ പഴയ പാറ്റേൺ കണ്ട് ടെൻഷൻ ആയിട്ടില്ലെങ്കിൽ പുതിയ വരാൻ പോകുന്ന പാറ്റേണും നിങ്ങൾ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. ഓക്കെ, ഇതൊക്കെ തീർച്ചയായിട്ടും പ്രഡിക്ഷൻ തന്നെയാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏത് നിലയിലാണ് ക്വസ്റ്റ്യൻസ് മാറാൻ പോകുന്നത്, എക്സാമിൻ്റെ ടഫ്നെസ് ഒക്കെ ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്, ഒന്നും നമുക്കറിയില്ല. അതറിയണമെങ്കിൽ ഈ വരാൻ പോകുന്ന ഈ അടുത്ത ദിവസം നമുക്ക് നടക്കാൻ പോകുന്ന പരീക്ഷയായിട്ടുള്ള സെലക്ഷൻ പോസ്റ്റ് പരീക്ഷ, ഇനി ആദ്യം നടക്കാൻ പോകുന്ന SSC പരീക്ഷ സെലക്ഷൻ പോസ്റ്റാണ്. ആ പരീക്ഷ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതിനൊക്കെ അനുസരിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും നടക്കാൻ പോകുന്നത്, ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമുക്ക് സെലക്ഷൻ പോസ്റ്റ് പരീക്ഷയും CHSL പരീക്ഷയൊക്കെ ശ്രദ്ധിക്കാം, എന്നിട്ട് CGL പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഓക്കെ, അപ്പോൾ CHSL എഴുതുന്ന ആളായാലും CGL എഴുതുന്ന ആളായാലും ഞാൻ ഒരു തവണ കൂടെ ഓർമ്മിപ്പിക്കാം, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് PDF-കൾ കിട്ടും, ഒരുപാട് ക്ലാസ്സസ് കിട്ടും. ആ ക്ലാസ്സസ് ഒക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ തന്നെ പഠിക്കുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാണ്ടിരിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോൾ എൻ്റെ ഈ ഒരു ഉപദേശം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് ഓടി വന്നിട്ട് ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുക, സാർ പറഞ്ഞതുപോലെ ഇത് സംഭവിച്ചിരുന്നു. ഓക്കെ, അതാണ് ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾ തരാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഐഡിയ നിങ്ങൾ വാല്യുബിൾ ആയിട്ട് തന്നെ എടുക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. 2024 SSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും SSCയിൽ ഒരു ജോലി കിട്ടട്ടെ. അത് ഏറ്റവും മികച്ച ജോലി തന്നെയാവട്ടെ. താങ്ക് യു.